യുവ അഭിഭാഷകയായ ശ്യാമിലിയെ മർദ്ദിച്ച അഡ്വക്കേറ്റ് ബേലിൻദാസിനെ ഇതുവരെയും പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം ഉയരുകയാണ്. സംഭവം നടന്ന സമയത്ത് ബാർ അസോസിയേഷന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടൽ ആണ് അറസ്റ്റ് വൈകാനുള്ള കാരണമായി പറയുന്നത്. അതേസമയം ഗർഭിണിയായിരുന്ന സമയത്ത് പോലും തന്നെ ബേലിൻദാസ് മർദ്ദിച്ചിരുന്നു എന്ന ആരോപണവും അഡ്വക്കേറ്റ് ശ്യാമിലി ഉന്നയിക്കുന്നു. റിപ്പോർട്ട് കാണാം ആദ്യം. വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയായ ശ്യാമിലിയെ സീനിയർ അഭിഭാഷകനായിട്ടുള്ള ബേലിൻദാസ് മർദ്ദിച്ചിട്ട് ഒരു ദിവസം പിന്നിടുകയാണ്. ഇതുവരെയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. എന്ത് സാറിന്റെ പഴയ ഒരു ജൂനിയർ വീണ്ടും തിരിച്ചു വന്നു. സാറ് സ്ഥലത്തില്ലാതിരുന്നപ്പോൾ വിളിച്ചിട്ട് ഞാൻ ഫയൽ മുഖത്തൂടെ വലിച്ചെറിഞ്ഞു എന്നിങ്ങനെ ഒരു കള്ളം പറയേണ്ട കാര്യം എന്താണ്? ഈ അഡ്വക്കേറ്റ് മിഥുനെയാണ് സാറിനോട് ഇങ്ങനത്തെ ഒരു നുണ പറഞ്ഞത്. അത് പറഞ്ഞത് അത് അവരുടെ ക്യാരക്ടർ, അവരെനിക്കെതിരെ പറഞ്ഞു. പക്ഷെ അതിലെന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ള കാര്യം സാർ അന്വേഷിച്ചില്ല. എന്നോടെന്നല്ല, ഓഫീസിലെ മറ്റൊരു സ്റ്റാഫിനോട് ഇതിനെക്കുറിച്ച് ഒന്നും ചോദിക്കാതെ പെട്ടെന്ന് എന്നോട് നാളെ മുതൽ വരണ്ട. അതേ ഞാൻ വന്നില്ല, ഞാൻ 2 ദിവസം വന്നില്ല. അതേ സാറ് തൊട്ട് വെള്ളിയാഴ്ച വിളിച്ചിട്ട് അബദ്ധം പറ്റിയതാണ്, സോറി, എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോഴുള്ള ദേഷ്യത്ത്, ഇതും എനിക്കറിയാം, ഇതും സാറ് ദേഷ്യത്ത് ഒന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. ദേഷ്യത്ത് ഞാൻ പറഞ്ഞു സാറ് വാൺ ചെയ്യുക. അപ്പോൾ സാറിന് പറ്റില്ല എന്ന് പറഞ്ഞു. സാർ ഇറങ്ങിപ്പോകാൻ നിന്നു. സാർ എനിക്ക് സംസാരിക്കണം, സാറ് വാൺ ചെയ്യുക, ഇല്ലെങ്കിൽ എനിക്ക് വാൺ ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, വർക്ക് ചെയ്യാനല്ലേ വരുന്നത്, വർക്ക് ചെയ്തിട്ട് പോവാ, എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. ഇപ്പോഴാണ് സാറിന് പെട്ടെന്ന് സാറിൻ്റെ മുന്നിൽ നിന്ന് സാറ് പറയില്ല എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു ദേഷ്യം, സാറിൻ്റെ ദേഷ്യം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഞാൻ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ FIR ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇനി കൂടുതൽ വകുപ്പുകൾ അവരന്വേഷിക്കുന്നുണ്ട്. ഇനി കൂടുതൽ വകുപ്പുകൾ ചേർക്കാൻ പറ്റുമെങ്കിൽ അവർ മെഡിക്കൽ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഫ്രാക്ചർ ഉണ്ടെന്നായിരുന്നു ഇന്നലെ ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രാക്ചർ ഉണ്ടെങ്കിൽ വീണ്ടും സെക്ഷൻ മാറും. ഇപ്പോൾ പോലീസ് ഇനിയൊരു നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ടാലും ജയിലിൽ പോകും. അതിനേക്കാൾ അദ്ദേഹം യൂണിഫോം ഊരി വെക്കുന്ന തരത്തിലുള്ള നടപടികൾ ബാർ അസോസിയേഷന്റെയും ബാർ കൗൺസിലിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. തങ്ങളുടെ മുന്നിൽ വെച്ച് സഹപ്രവർത്തകയ്ക്ക് മർദ്ദനമേറ്റിട്ടും അവർക്ക് നിയമസഹായം നൽകാനോ വൈദ്യസഹായം നൽകാനോ കൂടെ ഉണ്ടായിരുന്നവർ തയ്യാറായില്ല. ഈ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചായിരുന്നു. അപ്പോഴേക്കും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞു പോകാൻ പറ്റില്ല, എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ആൾ വന്നിട്ട് സാർ പോയാൽ മതി. ഞാൻ അത്രയും സമയം അദ്ദേഹത്തെ അവിടെ ഹോൾഡ് ചെയ്തു. എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ആവശ്യം ഇവിടെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, വക്കീൽ ഓഫീസിൽ നിന്ന് ഒരു വക്കീലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. വെള്ളക്കടവ് സാറാണ് അത് പറഞ്ഞത്. അപ്പോൾ അത് പറ്റത്തില്ല. പിന്നെ അവരകത്ത് കയറി, ക്യാബിനിൽ കയറി അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ പുറത്തിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഒത്തിരി ആൾക്കാർ വന്നു. ഒരു വക്കീൽ ഓഫീസിൽ കയറി ഒരു വക്കീലിനെ കൊണ്ടുപോകുമ്പോൾ അത് എല്ലാ അഭിഭാഷകർക്കും അതൊരു ഇൻക്ലൂഡിങ് മീ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് ആണല്ലോ. എത്രയായാലും വക്കീലന്മാരല്ലേ. ആരോപണ വിധേയനായ ഈ അഭിഭാഷകൻ ഈ യുവതിയെ മർദ്ദിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. ഇവർ ഗർഭിണിയായിരുന്ന സമയത്ത് പോലും അഭിഭാഷകൻ മർദ്ദിച്ചു എന്നാണ് പ്രധാന പരാതി. മുൻപ് മർദ്ദിച്ചിട്ടുണ്ട്. അത് ഇത്രയ്ക്കും ബ്രോസ്റ്റല്ല, അത് മർദ്ദനം മുഖത്ത് കൈവച്ചു, അതുകൊണ്ടാണ് ഞാൻ അടിച്ചു എന്ന് പറഞ്ഞത്. പക്ഷെ സോറി, അത് ദേഷ്യത്ത് പറ്റിപ്പോയതാ. പിന്നെ അത് ആരും കണ്ടുമില്ല, അത് ക്യാബിനകത്ത് വെച്ചിട്ടായിരുന്നു. അത് ഈ പറഞ്ഞ ഒരു നിസ്സാര കാര്യത്തിനാണ്. കോപ്പി ആപ്ലിക്കേഷൻ ഇട്ടില്ല എന്ന് പറഞ്ഞു ഫയൽസ് വലിച്ചേറിയ. അപ്പോൾ ഞാൻ ചോദിച്ചു സാർ എന്തിനാ ഇങ്ങനെ, അതായത് സാർ എന്തെങ്കിലും ഒരു ആക്ട് ചെയ്യും, അത് നമുക്കിഷ്ടപ്പെടില്ല, അതിന് പ്രതികരിച്ചാൽ അപ്പോൾ ദേഷ്യം വന്നിട്ട് ദേഷ്യത്തിൻ്റെ പുറത്ത്, കംപ്ലീറ്റ്ലി ദേഷ്യത്തിൻ്റെ ആ പെട്ടെന്നുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് ചെയ്യുന്നത്, ഇതും അങ്ങനെ തന്നെ ചെയ്തതാണ്. അഡ്വക്കേറ്റ് ബേലിൻദാസ് എവിടെയാണെന്ന് കണ്ടെത്താനോ അറസ്റ്റ് എന്ന നടപടിയിലേക്ക് പോകാനോ പോലീസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇതിന്റെ പ്രധാന കാരണമായി പറയപ്പെടുന്നത് ആദ്യഘട്ടത്തിലുണ്ടായ ബാർ അസോസിയേഷന്റെ ഇടപെടലാണ്. സുധീഷ് തിരുവല്ലോടൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ യുവ അഭിഭാഷകയ്ക്ക് നീതി ഉറപ്പാക്കണം. നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്ന പള്ളിച്ചൽ പ്രമോദ് ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ്, അഡ്വക്കേറ്റ് അനിത അജി, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സിന്റെ പ്രതിനിധി, അഭിഭാഷകൻ രഞ്ജിത്ത് കൂടി നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് അനിത അജി, നോക്കൂ, അങ്ങേയറ്റം ഹീനമായിട്ടുള്ള ഒരു പ്രവൃത്തി, ആ പ്രവൃത്തി കണ്ട് കേരളം ഒന്നാകെ ഞെട്ടിത്തെരിച്ചിരിക്കുന്ന നിമിഷമാണ്. ഒരു പെൺകുട്ടിക്ക്, അങ്ങനെ അഭിഭാഷക മോഹവുമായി വന്ന ഒരു പെൺകുട്ടിക്ക് അതിക്രൂരമായ പീഡനം ഏൽക്കുന്നു. അത് ആദ്യത്തെ സംഭവമല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഹീനകൃത്യം ചെയ്ത അങ്ങേയറ്റത്തെ ഒരു അധമ സ്വഭാവമുള്ള ഒരു അഭിഭാഷകൻ നിങ്ങളുടെ ഇടയിൽ ഭൂഷണമാണോ? എന്താണ് അനിതയ്ക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? എനിക്ക് ഇങ്ങനെയൊരു സംഭവം സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിയായ വിഷമമുണ്ട്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ബാർ അസോസിയേഷൻ വൈസ് പ്രസിഡൻറ്റും കൂടിയാണ്. അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞു, ഞങ്ങൾ ബാർ അസോസിയേഷനോ ഒരു അഭിഭാഷകരോ ട്രിവാൻഡ്രം ബാർ അസോസിയേഷനിൽ നിന്ന് ഈ ബേലിൻദാസിനെ ഞങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല.
മറിച്ച് ഇന്നലെ മുതൽ ഈ സംഭവം നടന്നപ്പോൾ മുതൽ തന്നെ അതിന് വേണ്ടുന്ന വൈദ്യസഹായത്തിനും മറ്റ് നടപടിക്രമങ്ങൾക്കും ബാർ അസോസിയേഷൻ ശരിക്കും ഈ കുട്ടിയോടൊപ്പം തന്നെയാണുള്ളത്. ഇപ്പോഴും അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവം തന്നെയാണ് നടന്നത്. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായ വിഷമവുമുണ്ട്. അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിനോടുള്ള സപ്പോർട്ടിന് നമ്മൾ ആ കുട്ടിയോടൊപ്പം തന്നെയാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. ബാർ കൗൺസിലേക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ ബാർ അസോസിയേഷനിലേക്കുള്ള പരാതിയിൽ തയ്യാറാക്കുന്നതിലും അതിന് വേണ്ടുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ അതിന് ഞങ്ങളാൽ പറ്റുന്ന സഹായം അതുതന്നെയാണ് ഞങ്ങളിപ്പോൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് അനിത അജി ഒക്കെ പറയുന്നതൊക്കെ ശരിയാണ്. നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ എന്തായാലും അത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനൊപ്പം ചെയ്തു. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ബെയിലിൻ ദാസ് എന്ന് പറയുന്ന ഈ പ്രാകൃതനായ ഈ മൃഗസ്വഭാവമുള്ള ഈ വ്യക്തി ഇപ്പോൾ എവിടെയാണുള്ളത്? കാരണം ഇന്നലെ അവിടെ സംഭവം നടക്കുമ്പോൾ ഇത്രയും അടികൊണ്ട് കെട്ടുകഥയല്ല പറയുന്നത്, മുഖത്ത് നീരുമായിട്ട് രക്തം കിരിയുന്ന രീതിയിൽ ഒരു പെൺകുട്ടി വന്ന് പറയുകയാണ് മാധ്യമങ്ങളുടെ മുന്നിലേക്ക്. പറയുമ്പോൾ അവിടെ പോലീസ് സ്വാഭാവികമായി ഇത് കണ്ടാൽ ഏത് മനുഷ്യൻ ഹൃദയം ഉള്ളവനാണെങ്കിലും ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കാനേ ശ്രമിക്കുകയുള്ളൂ. അതിനുശേഷം എന്താണ്, അറസ്റ്റ് ചെയ്യാൻ ചെന്ന പോലീസിന് ആ ദിവസം മുഴുവൻ ഇന്നലെ രാത്രിയിലും രക്ഷപ്പെടാൻ ഈ ബെയിലിൻ ദാസ് എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ ഈ അധമന്, ഈ പ്രാകൃതന് രക്ഷപ്പെടാൻ അവസരം ഒരുക്കിയതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഒരിക്കലും ബാർ അസോസിയേഷൻ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തില്ല. കാരണം നമ്മൾ ഒരിക്കലും ഈ പറയുന്ന ഒരു ആരോപണം മാത്രമാണ്. ഒരിക്കലും ബാർ അസോസിയേഷൻ ഈ പറയുന്ന ബെയിലിൻ ദാസിനെ ഇപ്പോൾ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ സപ്പോർട്ട് ചെയ്യാനോ അയാൾക്ക് ഹൈഡ് ചെയ്യാനോ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാനോ അവിടെ ഉണ്ടായിരുന്നത് ഈ വ്യക്തി, ഈ അഭിഭാഷകൻ ഇന്നലെ അവിടെ ചെന്ന് വന്നപ്പോൾ തടഞ്ഞതായി ഈ പെൺകുട്ടികൾ തന്നെ പറയുന്നുണ്ട്, അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട്, അഭിഭാഷകർ പറയുന്നുണ്ട്. ഇന്നലെ ഒരു ദിവസം മുഴുവൻ അവിടെ നിന്നു. നിങ്ങളുടെയൊക്കെ കൺമുന്നിലൂടെയാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒന്ന് ചൂണ്ടിക്കാട്ടി പോലീസിനെ തൊട്ടടുത്ത് മൂക്കിൻ തുമ്പത്തിരിക്കുന്ന പോലീസ്, കേരള പോലീസിന്റെ വഞ്ചിയൂർ ഓഫീസ് തൊട്ടടുത്താണ്. അപ്പോൾ ഈ പറയുന്ന ഹൃദയവിശാലതയും ഈ മമതയും ഒക്കെ ആളുകൾക്ക് ഒന്ന് പറയാമായിരുന്നു. ഈ പറയുന്ന ഈ തെമ്മാടിത്തരം കാണിച്ചിരിക്കുന്ന ഈ വ്യക്തി താണ്ട് ഇതിനകത്ത് ഇരിപ്പുണ്ട്, വരൂ പോലീസ് പിടിച്ചു കൊണ്ടുപോകണം, ഞങ്ങളുടെ ഇടയിലുള്ള ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെ തല്ലിച്ചതച്ചിരിക്കുന്നത് എന്ന് ഒരു ചേതോവികാരം തോന്നാൻ ഒരു മനുഷ്യന് പോലും ഉണ്ടായിട്ടില്ല എങ്കിൽ അതിനെ ഏത് ഭാഷയിൽ വിശേഷിപ്പിക്കണം അഡ്വക്കേറ്റ് അനിത? അല്ല, അത് ആ പറയുന്നതിൽ ആരും ഈ പറയുന്ന അഡ്വക്കേറ്റ്സ് ആരും ഇതിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു വാദം തന്നെ അത് ശരിയല്ല. അങ്ങനെ ആരും അവിടെ ചെയ്തിട്ടില്ല. മറിച്ച് ഈ സമയത്ത് ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും ഈ പ്രശ്നത്തിനെ എല്ലാവരും അറിഞ്ഞ സമയം മുതൽ ബാർ അസോസിയേഷൻ്റെ ഭാരവാഹികളും, കാരണം ഈ സംഭവം നടക്കുന്ന സമയത്ത് എല്ലാവരും കോടതിയിലും പല സ്ഥലത്തുമാണ്. ഇത് അഡ്വക്കേറ്റ്സിൻ്റെ ഈ പറയുന്ന 2 അഡ്വക്കേറ്റ്സിൻ്റെ വക്കീൽ ഓഫീസിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ആ സ്ഥലത്ത് അന്നേരം അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന അഡ്വക്കേറ്റ്സ് അല്ലേ, ഇൻക്ലൂഡിംഗ് ബാർ അസോസിയേഷൻ മെമ്പേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ അവിടെ ചെന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പം ആ പ്രശ്നത്തിന് വേണ്ട ഒരാൾ പോലും ഇടപെട്ട് ചോദിക്കുന്നത് അറിയാൻ വേണ്ടിയാണ്. ഒരാളും അവിടെ തടഞ്ഞില്ലേ? പോലീസിനകത്ത് കയറി അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ആരും പറഞ്ഞില്ലേ? ഈ സമയം ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ പറയുന്ന കാര്യത്തിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ അറിവില്ല. ഈ സമയം ആരും ഓഫീസിൽ കയറരുതെന്ന് പറയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുകയോ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. കാരണം ആ സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ ആ സമയത്ത് കോടതിയിലായിരുന്നു. പക്ഷേ എനിക്ക് ഒരിക്കലും ഒരു ഭാരവാഹിയും ഒരു അഡ്വക്കേറ്റും ഈ ഒരു കാര്യത്തിന് കൂട്ടുനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഒരു ആരോപണം മാത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ആരെയും ആക്ഷേപിക്കുന്നില്ല. കാരണം ഇപ്പം നമ്മുടെ ടെറിട്ടറിയിലാണ്, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്ന എൻ്റെ തൊഴിലിടവുമായി ബന്ധപ്പെട്ടൊരു സംഭവം, ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടാകുന്ന ഒരു സംഭവമാണെങ്കിൽ ഞാൻ അന്തസ്സായിട്ട് പോലീസിനെ, അല്ലെങ്കിൽ പോലീസ് വരുന്ന അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ നടപടിയിൽ ഇങ്ങനെ ഒരു മുഖവുമായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അതിന് ഉത്തരവാദി ആളുകളെ ഞങ്ങളാരും സംരക്ഷിക്കില്ല. നമ്മൾ ആ പോലീസിൻ്റെ നിയമ നടപടിയുമായി സഹകരിച്ചുകൊണ്ട് ആ പ്രതിയെ പിടിച്ച് കൈമാറുക എന്നുള്ള പരമപ്രധാനമായ ഒരു ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റുക എന്നുള്ളതാണ്. ഇതിപ്പോൾ എന്താണ് അവിടെ? ഇതാദ്യ സംഭവമൊന്നും അല്ലല്ലോ. ഞാൻ പറയുന്നത് ഇതൊരു ടെറിട്ടറി പോലെ, ഒരു സ്വയം പ്രഖ്യാപിത സംവിധാനം പോലെ പ്രവർത്തിക്കുന്നത് ശരിയല്ലത്. അല്ല, അത് നിങ്ങളുടെ ഒരു തെറ്റായ ധാരണയാണ്. ഒരിക്കലും ഈ പറയുന്ന പർട്ടിക്കുലർ സംഭവത്തിൽ ബെയിലിൻ ദാസിനെ അറസ്റ്റ് ചെയ്യേണ്ടെന്നും അതിനെ ആരും ഈ പറയുന്ന അഡ്വക്കേറ്റ്സ് ആരും അവർ ഹൈഡ് ചെയ്യുകയോ ചെയ്തിട്ടില്ല.
ഇപ്പം എന്ത് സംഭവിച്ചു അല്ലെ ഇപ്പം ബെയിലിൻ ദാസ് എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന ഒരു കാര്യത്തിന് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ബെയിലിൻ ദാസിനെ അറസ്റ്റ് ചെയ്യുന്നതിനോട് അവിടെ ആരും ഒരു അഡ്വക്കേറ്റ്സും അറസ്റ്റ് ചെയ്യേണ്ടെന്നൊരു അഭിപ്രായം ഈ പെൺകുട്ടി പറയുന്ന പച്ചക്കള്ളമാണ്. അങ്ങനെയെങ്കിൽ ആ പെൺകുട്ടിക്കെതിരെ കേസ് എടുക്കണം. കാരണം എന്താണ് പറയുന്നത്, അവിടുത്തെ ഇത്രയും വലിയ മാന്യമായ അഭിഭാഷകർക്കെതിരെ പറയുകയാണ്. അങ്ങനെ പറയുന്നെങ്കിൽ ഈ പെൺകുട്ടിക്കെതിരെ കേസ് എടുക്കണം. കാരണം ആ പെൺകുട്ടി വന്ന് പറയുകയാണ് അവിടെ ഇങ്ങനെ സംഭവിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ നിയമപരമായിട്ട്, കാരണം ഒരു വലിയൊരു സംഘടനക്കെതിരെ ഒരു വലിയ സംഘടനക്കെതിരെ ഒരു പെൺകുട്ടി പറയുന്നെങ്കിൽ ഈ പെൺകുട്ടിക്കെതിരെ നിങ്ങൾ പരാതി കൊടുക്കണം. അല്ല, ഇത് ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് കേൾക്കൂ. ഈ സംഭവം ഈ കുട്ടി പറഞ്ഞതായിട്ടോ ഈ സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടെ ചെന്നത്. അല്ലാതെ ഈ സംഭവം നടക്കുന്നത് ഈ കുട്ടി പറഞ്ഞതിനെ കുറിച്ച് ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞ സംഭവം ഞാൻ കേട്ടു. എനിക്കതിനെക്കുറിച്ച് ഞാൻ കേട്ടില്ല. ഈ പറയുന്ന ആരെങ്കിലും ഒരു ബാർ അസോസിയേഷൻ ഈ പ്രശ്നങ്ങളെക്കാളും നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ബാർ അസോസിയേഷൻ അല്ലല്ല, അങ്ങനെയല്ല. നിങ്ങളിപ്പോൾ ഈ ചർച്ച കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ബാർ അസോസിയേഷൻ ഭാരവാഹികളോ ആരെങ്കിലുമോ അല്ലെങ്കിൽ മറ്റുള്ള അഡ്വക്കേറ്റ്സോ ഈ പറയുന്ന ബെയിലിൻ ദാസിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് അറസ്റ്റ് ചെയ്യുന്നതിന് തടയുന്നത്. ആ പെൺകുട്ടിയുടെ ബൈറ്റ് വേണമെങ്കിൽ അങ്ങേക്ക് താങ്കൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ കേൾപ്പിക്കാം. ഇന്നലെ ഉച്ചയ്ക്ക് തൊട്ട് അവരുടെ കുടുംബം പറയുന്നത് അങ്ങനെയുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് നിങ്ങളുടെ ഈ സംഘടന കേസ് കൊടുക്കണം. ഈ പെൺകുട്ടി പച്ചക്കള്ളം നിരത്തുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ. അങ്ങനെയല്ല, ഈ പെൺകുട്ടി അല്ലല്ല പെൺകുട്ടി പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഈ കുട്ടി പറഞ്ഞതോ ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞതോ ഞാൻ കേട്ടില്ല. ബിക്കോസ് ഞാൻ ആ സമയത്ത് കോടതിയിലായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ ബാർ അസോസിയേഷനിൽ നിന്ന്, ഞാൻ ഇപ്പം എൻ്റെ നിലപാടാണ് പറയുന്നത്, ബാർ അസോസിയേഷനിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള അഡ്വക്കേറ്റ്സിൻ്റെ ഭാഗത്തു നിന്നോ ബെയിലിൻ ദാസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയോ അറസ്റ്റ് ചെയ്യണ്ട എന്ന് പറയുന്ന അങ്ങനെ ഇവിടെ ആരും അങ്ങനെ പറയുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളും നടത്തിയിട്ടില്ല. ആരും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിരിക്കുകയോ ആരും ചെയ്തിട്ടില്ല. ഇതിന് മുമ്പുള്ള സംഭവം അത് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള മറുപടി തരാനായിട്ട് എനിക്ക് പറ്റത്തുള്ളൂ. ഇതാണ് എനിക്ക് ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. തീർച്ചയായും താങ്കൾക്ക് തിരക്കുണ്ട് എന്നറിയുന്നതുകൊണ്ട് വളരെയധികം നന്ദി അനിത പ്രതികരിച്ചതിന്. ശ്രീ പള്ളിച്ചൽ പ്രമോദ്, ഇന്നലത്തെ ഉണ്ടായ സംഭവത്തെ എല്ലാവരും, കേരളത്തിലെ മനസാക്ഷി ഉള്ള എല്ലാവരും അപലപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബാർ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നിലപാട് കഴിഞ്ഞ ദിവസം താങ്കളുടെ പ്രതികരണം തന്നെ നമ്മൾ ബൈറ്റായി നൽകുകയും ചെയ്തു. പക്ഷേ ഇന്നിപ്പോഴെന്താണ്, ഇന്നിപ്പോൾ ഈ പറയുന്ന ഒരു സൈക്കോ, നമ്മൾ പറയുമല്ലോ സൈക്കോ എന്ന് പറയുമല്ലേ, പല ആളുകളെയും പറയില്ല, അതുപോലെ ഒരു സൈക്കോ സീനിയർ അഭിഭാഷകൻ, ആ അഭിഭാഷകൻ എവിടെയാണെന്ന് അറിയത്തില്ല, ഒരു പെൺകുട്ടിയുടെ മുഖം അടിച്ച് പൊളിച്ചിട്ട് എവിടെയോ പോയി ഒളിച്ചിരുന്ന് ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വഴിയൊരുക്കിയതിൽ നമ്മുടെ സംഘടനയ്ക്ക്, നിങ്ങളുടെ അസോസിയേഷൻ എന്തെങ്കിലും ഒരു തെറ്റായ പ്രവണതകൾ, മോശപ്പെട്ട പ്രവണതകൾ, സമയോചിതമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ആ സമയത്ത് സ്വീകരിക്കേണ്ടതല്ലാത്ത രീതിയിൽ ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ബാർ അസോസിയേഷൻ ഇന്നലെ തന്നെ ഈ വിഷയം അറിഞ്ഞതിന് ശേഷം ബാർ അസോസിയേഷൻ ഈ കുട്ടിയോടൊപ്പം ഹോസ്പിറ്റലിൽ പോവുകയും പ്രാഥമികമായി നൽകേണ്ട ചികിത്സ നൽകുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ മുതൽ മാധ്യമപ്രവർത്തകരും സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് ബാർ അസോസിയേഷൻ പോലീസ് നടപടിയെ തടസ്സപ്പെടുത്തിയോ എന്നുള്ളതാണ്. പോലീസ് നടപടി തടസ്സപ്പെടുത്തിയെങ്കിൽ അത് ആദ്യം ഉന്നയിക്കേണ്ടതും പറയേണ്ടതും പോലീസാണ്. ഈ വിഷയത്തിൽ പോലീസ് അങ്ങനെ ഒരു ആരോപണം ഇതുവരെ ആരുടെ മുമ്പേ ഉന്നയിച്ചിട്ടില്ല. 2, ഒരു വിഷയത്തിൻ്റെ നിജസ്ഥിതിയെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിന് ഇവിടെ 3 തരത്തിലുള്ളൊരു അന്വേഷണം, ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ മാധ്യമങ്ങൾക്ക് കഴിയണം. 1, പോലീസിൻ്റെ പരാതിയില്ല. 2, പോലീസിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോയ കുട്ടി ഡോക്ടറോട് തനിക്ക് പരിക്ക് പറ്റിയ വിധം പറയുകയും ആ പറയുന്ന പരിക്കിനിടയായ സാഹചര്യം ഒരു മെഡിക്കൽ ലീഗൽ കേസാണെന്ന് ഡോക്ടർക്ക് ബോധ്യപ്പെട്ടാൽ അവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസ് വഴി ഇൻറ്റിമേഷൻ പോകും. ആ ഇൻറ്റിമേഷൻ പോയി മണിക്കൂറുകൾക്കകം പോലീസ് ഹോസ്പിറ്റലിൽ വന്ന് കാഷ്വാലിറ്റിയുടെ തൊട്ടടുത്ത മുറിയിൽ ആ പറയുന്ന നമ്മുടെ അഭിഭാഷകയെ കണ്ട് മൊഴി രേഖപ്പെടുത്തി പോയി. അതിനുശേഷമാണ് നിയമ നടപടി ആരംഭിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ ചോദ്യം വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ചോദ്യത്തിന് പിന്നിലൊരു ദുരുദ്ദേശമുണ്ട്. ആ ദുരുദ്ദേശമെന്ന് പറഞ്ഞാൽ അഭിഭാഷക സമൂഹത്തെ ഒന്നാകെ തന്നെ ഈ വിഷയത്തെ പെരുപ്പിച്ച് കാണിച്ച് ഈ വിഷയം കാണിച്ചുകൊണ്ട് മോശപ്പെടുത്തണം, അപകീർത്തിപ്പെടുത്തേണ്ടതുണ്ട്. അത് ശരിയായൊരു നടപടിയല്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. ഇതിന് സമാനതകളുള്ളൊരു സംഭവം മുമ്പ് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ആലോചിക്കുന്നത് ഇത് ആദ്യത്തെയും അവസാനത്തെയും സംഭവമായി ഇത് മാറണം. അഭിഭാഷക വൃത്തിയും നിയമന്യായ വ്യവസ്ഥയും വ്യക്തികൾക്ക് മാത്രമേ മാറ്റമുണ്ടാകൂ. ലോകവും സമൂഹവും നിലനിൽക്കുന്നിടത്തോളം കാലം അത് തുടർന്നുകൊണ്ടേയിരിക്കും.
അവിടെ ഇത്തരം ആശ്വാസകരമല്ലാത്ത ഒരു നടപടിയും ഉണ്ടാകാൻ പാടില്ല. അതിന് ഇതൊരു കീഴ്വഴക്കമായി ചൂണ്ടിക്കാട്ടാനും പാടില്ല. തീർച്ചയായും ഇത് ചെയ്തവരെ നിയമത്തിൻ്റെ മുന്നിൽ കർശനമായ രൂപത്തിൽ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവരികയും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതും ഉണ്ട്. കൂടെയുള്ള ഞങ്ങളുടെ മറ്റഭിഭാഷകർക്ക് ഇത് അവർക്ക് ഒരു ധൈര്യം കിട്ടുന്ന വിധത്തിൽ പോകണം. ഒന്ന്, ഇരയ്ക്കാവശ്യമായ സംരക്ഷണം കൊടുക്കണം. ഇതിൽ പ്രതിസ്ഥാനത്തുള്ള ആളിനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും വേണം. എങ്കിലേ ഈ ഒരു നിയമ നടപടിയുടെ പൂർത്തീകരണം ഉണ്ടാവുകയുള്ളൂ. അവിടെയാണ് ഒരു നിയമവാഴ്ച ഉണ്ടാകുന്നത്. നിയമലംഘനമുണ്ടായി, അവിടെ പിന്നെ നിയമവാഴ്ചയാണ് എടുത്തു വരേണ്ടത്. ആ നിയമവാഴ്ച ഈ പ്രക്രിയയിലൂടെ മാത്രമേ പൂർത്തിയാക്കാൻ കഴിയൂ. അതുകൊണ്ട് ഈ പറയുന്ന പ്രതിയെ, ആ അഭിഭാഷകനായിട്ടുള്ള ബെയിലിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. അതിന് പോലീസ് ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇനിയും വേഗത്തിലാക്കേണ്ടതിനാവശ്യമായ ഞങ്ങളുടെ ഇടപെടൽ ശക്തമായി തന്നെ ഉണ്ട്. ശ്രീ രഞ്ജിത്ത്, ഇപ്പോൾ അസോസിയേഷന്റെ അതുപോലെ ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം കൂടി പ്ലീസ്. ഒരു കാര്യം, നേരത്തെ ചോദ്യത്തിൽ എന്നോട് ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളിൽ സീനിയർ അഭിഭാഷകൻ എന്നുള്ള പദം ഉപയോഗിച്ചു. സീനിയർ അഭിഭാഷകൻ എന്നുള്ള അർത്ഥത്തിൽ ഈ പറയുന്ന ബെയിലിൻദാസിനെ ഗണത്തിൽപ്പെടുത്താനുള്ളൊരു കാലഘട്ടമായിട്ടില്ല അദ്ദേഹത്തിൻ്റെ അഭിഭാഷക ജീവിതം പരിശോധിച്ചാൽ. 2014 അദ്ദേഹം എൻറോൾ ചെയ്തത്. കേവലമായിട്ടുള്ള 10 വർഷം മാത്രമേ അദ്ദേഹത്തിന് അതിനകത്ത് സ്വതന്ത്രമായി അതെ. അതുകൊണ്ട് സീനിയർ അഭിഭാഷകൻ എന്നൊക്കെ പറയുന്നതിന് നമ്മുടെ സമൂഹവും എല്ലാവരും കാണുന്ന ഒരു അളവുകോലുണ്ട്. ആ അളവുകോലിൻ്റെ പട്ടികയിൽ അത് വരുമോ ഇല്ലയോ എന്ന് ഓർക്കാനും അത് ആലോചിക്കാനും വേണ്ടി ഞാനത് ജൂനിയർ എന്നോ ഇല്ല, പ്രാകൃതമായ മൃഗീയ സ്വഭാവം കാണിക്കുന്ന ആളുകളെ മൃഗതുല്യരായി മാത്രമേ നമുക്ക് വിളിക്കാൻ കഴിയുകയുള്ളൂ. ശ്രീ രഞ്ജിത്ത്, ഇപ്പോൾ ഈ പറഞ്ഞ പ്രസിഡന്റ് പരാമർശങ്ങൾ താങ്കൾ ശ്രമിച്ചു കാണും, കേട്ട് കാണുമെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഇന്നലെ ഉണ്ടായ ആ ഒരു മെല്ലെപ്പോക്കാണ്? ഇന്നലെ രാത്രിയിലും ഈ പറയുന്ന വ്യക്തി, ഈ ക്രിമിനല്, ആ രാത്രിയിലാണ് അവിടെ നിന്നും സ്വൈര്യമായിട്ട് സ്വസ്ഥമായിട്ട് ഇങ്ങനെ പോകുന്നത്. അതായത് പകല് മുഴുവൻ നമ്മൾ കണ്ടു ഇത്രത്തോളം ക്രൂരത ഈ പെൺകുട്ടി ഏറ്റുവാങ്ങി വേദന സഹിച്ചിട്ടുണ്ട് എന്ന് കണ്ടിട്ടും എല്ലാ സംവിധാനങ്ങളുടെയും മുന്നിൽ ഞാൻ മറ്റ് സാധാരണക്കാരെ ഈ സംഭവങ്ങളുമായി ഒന്ന് താരതമ്യം ചെയ്യാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളിലോ നിങ്ങളുടെ നാട്ടിലുള്ള അനുഭവങ്ങളോ ആയിട്ടൊന്ന് ഈ ചർച്ചകൾ നടക്കുമ്പോൾ ചേർത്ത് വായിക്കുക. ഏതെങ്കിലും ഒരു പ്രതിക്ക് ഇങ്ങനെ ഒരു ആനുകൂല്യം കിട്ടുമോ എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ദയവായി ഒന്ന് മനസ്സിലൊന്ന് താരതമ്യം ചെയ്തുകൂടി വെക്കുക. ശ്രീ രഞ്ജിത്ത്, അങ്ങനെ പറയുമ്പോൾ എവിടെയൊക്കെയോ ഒരു മെല്ലെപ്പോക്ക് ഉണ്ടായിട്ടുണ്ടോ? അല്ല, മാതൃഭൂമി അടക്കമുള്ള ചാനലുകൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വിഷയം കിട്ടിയപ്പോൾ ഒരു വിഷയം കിട്ടാൻ വേണ്ടി കാത്തിരുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അവിടെ ഒരു മെല്ലെപ്പോക്ക് നടന്നില്ല. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. അദ്ദേഹം എത്ര പെട്ടെന്നാണ് അതിനകത്തൊരു നടപടി സ്വീകരിച്ചത്. സസ്പെൻഡ് ചെയ്ത് പോലീസ് കേസെടുത്തില്ലേ, നടപടി സ്വീകരിച്ചില്ലേ? ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ട് ഒരു അഭിഭാഷകരെ അദ്ദേഹത്തിന്റെ അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് സസ്പെൻഡ് ചെയ്താൽ അത് തന്നെ ഏറ്റവും വലിയ ഒരു നടപടിയല്ലേ? യാതൊരു വിധമായിട്ടുള്ള ഒരല്പസമയം പോലും അതിനകത്ത് കാണിക്കാതെ അത് സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം പോലീസ് കേസെടുത്തു. പോലീസ് അന്വേഷിക്കട്ടെ. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ ആദ്യം ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറിന്റെ മൊഴി ഇന്റിമേഷൻ വന്നിട്ട് ബാക്കിയുള്ള നടപടികൾ സ്വീകരിക്കട്ടെ. അതല്ലേ ഒരു പരിഷ്കൃതമായിട്ടുള്ള നിയമ സംവിധാനത്തിന്റെ രീതി. ആ പരിഷ്കൃതമായിട്ടുള്ള നിയമ സംവിധാനത്തിന്റെ രീതി ഉണ്ടാവണം. അതല്ലേ വേണ്ടത്. അല്ലാതെ നമുക്ക് ഏതൊരു വിഷയത്തിനും നമുക്ക് റോഡിലൂടെ അല്ലെങ്കിൽ രഞ്ജിത്ത്, നമുക്ക് ഏറ്റവും കൂടുതൽ താങ്കൾ പറഞ്ഞെന്തോ കാത്തിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു വാർത്ത എന്നല്ല, എത്രയോ സമാനമായ വാർത്തകൾ എത്രയോ നാളുകളായി ഏതെല്ലാം സ്ഥലങ്ങളിൽ നമ്മൾ സംഭവങ്ങളിൽ നിന്ന് ഓരോ ദിവസവും ഓരോ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുക. അത് ഇരയ്ക്ക് വേണ്ടി നിലകൊള്ളുക എന്നതാണ് പരമപ്രധാനമായിട്ടുള്ള നമ്മുടെ മുന്നിലുള്ള കടമ എന്നത്. അപ്പോൾ എന്താണ് ഇപ്പം നിയമവൃത്തി കുറച്ചുകൂടി താങ്കൾ പറയുന്നത് അറ്റൻഷനും കിട്ടുന്നത് എന്തുകൊണ്ടാണ്? നിയമപരമായി നോക്കുമ്പോൾ അല്ലെ പോലീസായാലും ഈ അഭിഭാഷകരായാലും ഒക്കെ തന്നെ എന്താണ് നമ്മൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്. അപ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന ഇത്തരം അങ്ങേയറ്റത്തെ നീതികേടിന് ശരികേടിന് തീർച്ചയായും അതിന് മെല്ലെപ്പോക്കുണ്ടാകാൻ പാടില്ല. അറ്റൻഷൻ സ്വാഭാവികമായി അവരുടെ ഭാഗത്തു നിന്നും ഉടനടി ഇരയ്ക്കൊപ്പം നിൽക്കുക, ആ ഇരയെ ആശുപത്രിയിൽ ഉടനടി കൊണ്ടുപോകുക, ആ സിസ്റ്റം ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ ഒരു തണുപ്പ് ഉണ്ടായിട്ടൊന്ന് ആ ഇര തന്നെ വന്ന് പറയുകയാണ്. നമ്മൾ എന്താണ് കോട്ട് ചെയ്യുന്നത്? ആ ഇരയുടെ, ആ പെൺകുട്ടിയുടെ വാചകമാണ് ഏറ്റവും ഒടുവിലായും കോട്ട് ചെയ്യുന്നത്. അതിനെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ലല്ല, അതിനെയൊക്കെ വിശ്വസിച്ച് തന്നെയാണ് തിരുവനന്തപുരം ബാർ അസോസിയേഷൻ നടപടി സ്വീകരിച്ചത്, സസ്പെൻഡ് ചെയ്തത്. അതിനെ വിശ്വസിക്കാതിരുന്നാൽ സസ്പെൻഷൻ നടക്കുമോ? അതിനെ വിശ്വസിക്കാതിരുന്നാൽ ഒരു ഷോക്കേസ് നോട്ടീസ് അല്ലേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഷോക്കേസ് നോട്ടീസ് ഒന്നും അല്ലല്ലോ കൊടുത്തത്.
ഒരു സസ്പെൻഷൻ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ദിവസം പോലും താമസിക്കാതെ, ആഭ്യന്തരമായ ഒരു കാര്യങ്ങൾ, മണിക്കൂർ പോലും ഒരു ആഭ്യന്തരമായ താമസിക്കാതെ കാര്യങ്ങൾ, ആഭ്യന്തരമായ കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് നമുക്കൊരു നിയമ സംവിധാനമുണ്ടല്ലോ. എങ്ങോട്ടും പോണ്ട തൊട്ടുമുട്ടല്ലേ മഞ്ചൂർ പോലീസ് സ്റ്റേഷൻ ഉള്ളത്. ഈ പ്രതിയെ പിടിച്ചു കൊടുക്കണം. ഈ പ്രതിയെ ഈ പോലീസുമായിട്ട് ബന്ധപ്പെടുമ്പോഴെന്താണ് പറയുന്നത്? അവരവിടെ ഒരുപക്ഷെ പരസ്യ പ്രതികരണം പോലീസിന്റെ വന്ന് ഉണ്ടാകില്ല. അവർ പങ്കുവയ്ക്കുന്ന അവരുടെ അഭിപ്രായങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ അവർ നമ്മോട് പറയുന്നത് എന്താണ്? അങ്ങനെ ചെല്ലുമ്പോഴെന്താണ് അങ്ങനെ ഒരു പിൻവാങ്ങൽ അല്ലെങ്കിൽ അവിടെ കയറി അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന രീതിയിലേക്ക് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം സമയം ഇത്രയും വൈകി, സ്വസ്ഥമായി പോയല്ലോ, ആ പ്രതി പോവുകയും ചെയ്തല്ലോ. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് തിരുവനന്തപുരത്തെ ബാർ അസോസിയേഷന്റെ അഭിഭാഷകർക്കെതിരെ നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു കൊതിക്കറിവ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഈ വിഷയത്തെ ഒരിക്കലും കൂട്ടിക്കെട്ടരുത് എന്നാണ് നമ്മുടെ അത് തന്നെയാണ്. കാരണം ഞാൻ ചോദിക്കട്ടെ, എന്ത് കൊതിക്കരുവാണുള്ളത്? കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കേരളത്തിലെ എല്ലാ ആളുകളും എന്താണ് ഇത് ദഹിക്കാത്ത, അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ വരുമ്പോൾ അത് എവിടെ കൊള്ളുന്നു എന്ന് അല്ലെങ്കിൽ ദഹിക്കാത്ത ചില ആളുകൾ ഉണ്ടായിരിക്കാം. അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഹാലിളകുന്നത്. അങ്ങനെ ഒരു ഹാലിളകേണ്ട ആവശ്യമില്ലല്ലോ. ഇതെന്താണ്? അവിടുത്തെ ഒരു സംഭവം ഉണ്ടായി, അത് റിപ്പോർട്ട് ചെയ്യപ്പെടുക. ആ പെൺകുട്ടി വന്ന് ഏതെങ്കിലും മാധ്യമം ഒളിക്യാമറ വെച്ച് റിപ്പോർട്ട് ചെയ്തതല്ല. ഞങ്ങൾ അങ്ങോട്ട് വന്നല്ലെങ്കിൽ ആ ടെറിട്ടറിയിലേക്ക് കടന്നു വന്നൊരു വാർത്ത ചെയ്യുകയല്ല. അവിടെയൊന്നും ഒരു പ്രാകൃതനായ ഒരു മൃഗീയ വാസനയുള്ള ഒരു അഭിഭാഷകൻ ഒരു പെൺകുട്ടിയെ പച്ചയ്ക്ക് തല്ലി തകർത്ത് മുഖം പൊളിക്കുമ്പോൾ അതിനൊപ്പം ആർക്കൊപ്പമാണ് ഞങ്ങൾ നിൽക്കേണ്ടത്? ശ്രീരഞ്ജിത്ത്, ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത്? താങ്കൾ പറയൂ. താങ്കൾ ഒരു അഭിഭാഷകൻ മാത്രമല്ലല്ലോ, ഒരു പൊതുപ്രവർത്തകനും വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണല്ലോ. അപ്പോൾ എവിടെയാണ് ജനപക്ഷത്ത് അല്ലേ നിൽക്കേണ്ടത്? താങ്കൾ അഭിഭാഷക വൃത്തി കൂടി ഒന്ന് മാറ്റി വയ്ക്കുക. താങ്കൾ ഒരു പൊതുപ്രവർത്തകനായിരുന്നില്ലേ? ആണല്ലോ ഇപ്പോഴും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ കയറിയ കോടതിയിൽ ഇടത് ഭാഗത്ത് ശ്യാമിലി ഉണ്ടായിരുന്നു, വലത് ഭാഗത്ത് ബെയിലിൻ ദാസും ഉണ്ടായിരുന്നു. ഞാൻ കയറിയ അഡീഷണൽ സെഷൻസ് കോടതിയിൽ, ഷിജു ഷേഖ് സാറിന്റെ കോടതിയിൽ രണ്ടുപേരും ഇടത് ഭാഗത്തും വലത് ഭാഗത്തും ഉണ്ടായിരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വരുന്നു. ആ വാർത്തയെക്കുറിച്ച് പോലീസ് അന്വേഷിക്കട്ടെ, പോലീസ് ആ വാർത്ത അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കട്ടെ, അറസ്റ്റിന്റെ സാഹചര്യം ഉണ്ടെങ്കിൽ അറസ്റ്റ് എടുക്കട്ടെ. ആ പ്രാഥമികമായിട്ട് തന്നെ ആ പരാതിയിന്മേൽ ബാർ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറം ഒരു വിഷയത്തിൽ എന്ത് നടപടിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ടത്? കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും ഒരു ക്രിമിനൽ കേസിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഓരോ പ്രതികരണങ്ങൾ വരികയാണ്. കാരണം മന്ത്രിമാരുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ പല MLA-മാരുടെ ഭാഗത്തുനിന്നൊക്കെ ഈ പ്രതികരണങ്ങൾ വരുന്നത്. ഏറ്റവും ഒടുവിലായി എന്താണ് വഞ്ചൂർ സംഭവം? സർക്കാർ പ്രതിയെ സംരക്ഷിക്കുന്നത് കെ സുരേന്ദ്രൻ, BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെടുകയാണ് ശക്തമായ നടപടിയിൽ ഒരു തരത്തിലും പ്രതിയെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ, തെറ്റായ സന്ദേശം നൽകുമെന്ന്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് ചുമ്മാതല്ലോ, ചില കാര്യങ്ങൾ കണ്ടുകൊണ്ടല്ലേ ശ്രീരഞ്ജിത്ത്? അല്ലല്ല, തീർച്ചയായിട്ടും ഒരു ക്രിമിനൽ കേസിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ബാർ അസോസിയേഷനെ സംബന്ധിച്ച് അത് ബാർ അസോസിയേഷൻ ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണ കവചം ഒരുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലാണ് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത്. ബാർ അസോസിയേഷൻ വിത്തൗട്ട്, അല്ലെങ്കിൽ ഒരു ജനറൽ ബോഡി കൂടട്ടെ, അല്ലെങ്കിൽ ഒരു ബാർ അസോസിയേഷന്റെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റി കൂടട്ടെ, ഒന്നും തീരുമാനിച്ചില്ലല്ലോ. ബാർ അസോസിയേഷൻ ഈ ഒരു വിവരം അറിഞ്ഞ ഉടനെ തന്നെ വിത്തിൻ ടൈമിൽ അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പറഞ്ഞല്ലോ, ഈ പെൺകുട്ടിയെ താങ്കൾക്ക് വിശ്വാസമില്ലേ? പെൺകുട്ടി പറയുകയാണ്, അവിടെ ഈ പെൺകുട്ടിയാണ് പറഞ്ഞത്. നമ്മൾ എപ്പോഴും എന്താണ് ഒരു ഇരയുടെ വാക്കുകൾ കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പെൺകുട്ടി ആദ്യം പറയാണ്, അവിടെ നിന്ന് ആ പെൺകുട്ടിയുടെ ആ ഒരു സാന്നിധ്യത്തിൽ വന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട, ഞാൻ പേര് പറയുന്നില്ല, വള്ളക്കടവിലുള്ള ഒരു അഭിഭാഷകനടക്കം പറയാണ്, ഇതിനകത്ത് കയറി പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ വാചകം അങ്ങ് നമുക്ക് മുഴക്കാം, വലിയ അനുകമ്പയൊക്കെ കാണിക്കാം, പക്ഷേ മറുവശത്തുള്ള കാര്യങ്ങൾ കൂടി സംസാരിച്ച് പോകേണ്ടതല്ലേ ശ്രീരഞ്ജിത്ത്? അല്ല, ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രീ വള്ളക്കടവ് ശ്രീ മുരളീധരൻ, അദ്ദേഹത്തിന് നിങ്ങൾ മാധ്യമങ്ങൾക്ക് കിട്ടുമല്ലോ, അദ്ദേഹത്തിന്റെ നിലപാട് അങ്ങേക്ക് ചോദിക്കാമല്ലോ. തീർച്ചയായിട്ടും ഇരയുടെ വാക്കുകൾക്ക് ഒരു വിശ്വാസത്തെയും കൊടുക്കുന്നില്ല. ഇരയെ ഞങ്ങൾ ആരും പ്രൊഡ്യൂസ് ചെയ്തല്ലോ, നിങ്ങൾക്കിടയിലുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി പറയുന്ന വാക്കുകളെ നിങ്ങൾ ഒരു തരത്തിൽ പോലും വില കൊടുക്കുന്നില്ലേ? ആ പെൺകുട്ടിയുടെ എന്താണോ ആ പെൺകുട്ടിയുടെ ഗ്രീവൻസ്, ആ ഗ്രീവൻസ് ഉൾക്കൊണ്ട് തന്നെയാണ് ബാർ അസോസിയേഷനിൽ നിന്നും അദ്ദേഹത്തിനെ ഒരു കമ്മിറ്റി പോലും കൂടുന്നതിന് മുമ്പായിട്ട്, ഒരു ജനറൽ ബോഡി പോലും കൂടുന്നതിന് മുമ്പായിട്ട് പുറത്താക്കിയിട്ടുള്ളത്. ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം ഇതാണ്. ആ പെൺകുട്ടിയുടെ ബൈറ്റ് എന്താണ്? സൗണ്ട് ബൈറ്റ് എന്താണ്? ആ പെൺകുട്ടി പറയുന്നു, പോലീസിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു,
ആ പോലീസിന്റെ അറസ്റ്റ് തടഞ്ഞത് ഈ പറയുന്ന ആളുകളാണ്. ഇപ്പോൾ എന്താണ് ഞാൻ ചോദിക്കട്ടെ, ഒരു ബന്ധിത നമ്മളിപ്പോൾ എന്താണ് നമ്മൾ എന്താ ഈ സമകാലിക സമൂഹത്തിൽ എന്തെല്ലാം ചർച്ച ചെയ്യുന്നത്, എത്രത്തോളം ഹീനകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളായാലും ഒളിക്കേണ്ട, അവർക്കൊരു സംരക്ഷണം കൊടുക്കാൻ പാടില്ല, എവിടെയും കയറി അവരെ പിടിക്കുക, അവർ നിയമസംവിധാനത്തിന് കീഴ്പ്പെട്ടിട്ടില്ലെങ്കിൽ, അവർ അതിനൊപ്പം വഴങ്ങിയില്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് എവിടെയാണെങ്കിലും നമ്മൾ പറയുന്ന എല്ലാം ബന്ധിതമായി നിൽക്കുന്ന അല്ലെങ്കിൽ ചട്ടക്കൂടുകൾ അരക്കില്ല പോലെ ഒരുക്കിയിരുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകണമെന്ന തരത്തിൽ ചർച്ചകൾ എല്ലാ തരത്തിലും. താങ്കളൊരു പൊതുപ്രവർത്തന ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഒരു സംരക്ഷിത കവചം ഒരുക്കി എന്ന് പറയുന്നെങ്കിൽ, ആ ഇര പറയുന്നെങ്കിൽ ആ വാക്കുകളെ നമ്മൾ വിശ്വാസത്തിലെടുക്കണ്ടേ? അല്ല, ശാമിനിയുടെ വാക്കുകളെ മാത്രമല്ല, ബഹുമാനപ്പെട്ട ബാർ അസോസിയേഷൻ പ്രസിഡന്റിന്റെ വാക്ക്, അതുപോലെ തന്നെ ബാർ അസോസിയേഷൻ സെക്രട്ടറിയുടെ വാക്ക്, എല്ലാ വാക്കുകളെയും തന്നെ നമ്മൾ മുഖവിലക്കെടുക്കണം എന്നാണ് എന്റെ പക്ഷം, എന്നാണ് തീർച്ചയായിട്ടും അഭിഭാഷകരായിട്ടുള്ള മുഴുവൻ ആൾക്കാരുടെയും പക്ഷം. ശാമിലിയുടെ മാത്രം വാക്കുകളല്ല, ബാർ അസോസിയേഷൻ പ്രസിഡന്റിന്റെ വാക്കും ബാർ അസോസിയേഷൻ സെക്രട്ടറിയുടെ വാക്കും, എല്ലാ വാക്കുകളെയും വിശ്വസിക്കണം. ഏതെങ്കിലും ഒരു വാക്ക് മാത്രം വിശ്വസിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ വാക്കുകളും വിശ്വസിക്കണം. അവരെല്ലാവരും പറയുന്നുണ്ടല്ലോ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചു എന്ന്. അതെന്താ വിശ്വസിക്കുക? മാധ്യമങ്ങൾക്ക് അങ്ങയുടെ നേതാവ് കെ സുരേന്ദ്രന്റെ വാക്കുകൾ തന്നെ ഞാൻ വീണ്ടും ഒന്ന് ഉദ്ധരിക്കുകയാണ്. അതായത് സഹപ്രവർത്തകർക്ക് മുൻപിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അഭിഭാഷകർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകാത്തത് വളരെ ഗൗരവമാണ്. അപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്തത് വളരെ ഗൗരവതരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു ഈ പ്രതിയെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് നിലപാടുകൾ പോകുന്നുണ്ട് എന്ന തോന്നൽ അങ്ങേക്കുമുണ്ടോ രഞ്ജിത്ത്? ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചർച്ച ചെയ്തത് ഇന്നലത്തെ വിഷയത്തെ സംബന്ധിച്ചാണ്. തീർച്ചയായിട്ടും ഒരു നോൺ ബെയിലബിൾ കേസിൽ ഒരാൾ ബുക്ക് ചെയ്താൽ പോലീസ് എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലോട്ട് മുന്നോട്ട് പോകണം. അതല്ലേ ഒരു നോൺ ബെയിലബിൾ കേസ് രജിസ്റ്റർ ചെയ്താലുള്ള സ്വാഭാവികമായിട്ടുള്ള നടപടി. അത് ഇന്നലത്തെ ആ ക്രൈം സീനിലുള്ള വിഷയത്തിനെ സംബന്ധിച്ചുള്ള ഒരു ഡിബേറ്റ് ആണ് അങ്ങ് പറഞ്ഞത്. ആ ക്രൈം സീനിനെ സംബന്ധിച്ചുള്ള ഡിബേറ്റിലാണ് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും ഡോക്ടറിനോട് പോയി പറഞ്ഞിട്ട് ഡോക്ടർ ആ മൊഴികൾ രേഖപ്പെടുത്തിയതിനു ശേഷം, ആ ഇന്റിമേഷൻ വന്നതിന് ശേഷം തീർച്ചയായിട്ടും പോലീസ് രജിസ്റ്റർ ചെയ്ത് നടപടി സ്വീകരിക്കട്ടെ എന്ന്. തീർച്ചയായിട്ടും നോൺ ബെയിലബിൾ ഒഫൻസ് രജിസ്റ്റർ ചെയ്താൽ ആ നോൺ ബെയിലബിൾ ഒഫൻസിനെ പ്രതിയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും അത് നടപടിക്രമം പാലിക്കേണ്ട ഒരു സംഗതിയാണ്. പറഞ്ഞുവല്ലോ ഈ വിക്ടിമിന്റെ ഗ്രീവൻസ് എല്ലാം എല്ലാ അപരാധികളും അസോസിയേഷന്റെ ഭാരവാഹി എന്ന പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഏകപക്ഷീയമായ നിലപാടിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊതുബോധ ഒരു നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട്, താങ്കൾ നേരത്തെ പറഞ്ഞുവല്ലോ അഭിഭാഷകരെല്ലാം ഇങ്ങനെയാണ് എന്നല്ല. അഭിഭാഷകർക്കിടയിലും അത് ഏത് സമൂഹത്തിനിടയിലായാലും, അത് എവിടെ ഏത് സമൂഹത്തിൽ ഇത്തരം കൃത്യങ്ങൾ കാണിക്കുന്ന ആളുകൾക്ക് ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു തരത്തിൽ അവർക്ക് മുൻപിൽ നമ്മൾ മുട്ടുമടക്കാനും പാടില്ല. ഒരർത്ഥത്തിൽ പോലും അവർക്കൊരു സംരക്ഷണം ഒരുക്കുന്ന ഒരു സൂചന പോലും നമ്മൾ നൽകാനും പാടില്ല. അപ്പോൾ ഈ ഗ്രീവൻസ് ഈ പെൺകുട്ടിയുടെ എല്ലാം നിങ്ങൾ പരിഗണിച്ചു പോകും. ഇന്നലെ ഈ പറയുന്ന രീതിയിലാണെങ്കിൽ മർദ്ദനമേറ്റതിന് ശേഷം ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അടക്കം വൈകലുണ്ടായി എന്ന് അവിടുത്തെ ഒരു വനിതാ അഭിഭാഷക തന്നെ നമ്മൾ അവരെയൊക്കെ ബന്ധപ്പെടുമ്പോൾ അവരൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്ത് നീതിയാണ് ഈ ശാമിലിക്ക് നൽകുമെന്ന് ഈ മാധ്യമത്തിലൂടെ അങ്ങേക്ക് ഉറപ്പ് നൽകാൻ കഴിയുക? അല്ല, തീർച്ചയായിട്ടും ശാമിലിക്ക് പള്ളിച്ചൽ പ്രമോദ് അസോസിയേഷൻ പ്രസിഡന്റാണ് എന്റെ ചോദ്യം. അസോസിയേഷന്റെ ശ്രീ രഞ്ജിത്ത് മടങ്ങിയെത്താം. ശ്രീ പള്ളിച്ചൽ ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ചോദ്യം എന്നോടാന്ന് തോന്നുന്നു. അതെ പ്രമോദ്. ഞങ്ങൾ പറഞ്ഞല്ലോ ഈ വിഷയം. അതെ പ്രമോദ്, ഈ വിഷയം ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടാനും പാടില്ല. അങ്ങനെ ആവർത്തിക്കുന്നതിനോ അങ്ങനെ തോന്നുന്ന വിധത്തിൽ ആരുടെയും മനസ്സിൽ ഇങ്ങനെ ഉദിക്കാനും പാടില്ല. അപ്പോൾ അതിന് പൂർണ്ണമായ രൂപത്തിൽ ശക്തമായ നിയമ നടപടിയിൽ കൂടെ മാത്രമേ ആ ഒരു പൊതുബോധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ കഴിയും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പോലീസിനെ തടഞ്ഞു എന്നെല്ലാം ഉള്ളതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയത്തിൻ്റെ ഗൗരവത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ഒരു സംശയം ഇടയ്ക്ക് വന്നതാണ്. താങ്കൾ പറഞ്ഞ പോലീസിന് തടയാനൊന്നും ശ്രമിച്ചില്ല. പക്ഷെ ഒരു കാര്യം, പോലീസിന് ഏതെങ്കിലും ഒരു തെറ്റുകാരായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടിക്കാൻ പറ്റുന്ന, കടന്നു വന്ന് പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, കോടതിക്കകത്ത് കയറിയ ഒരു സാഹചര്യം അവിടെ ഉണ്ടോ?
ഞാൻ പോലീസിന് അങ്ങനെ ഇല്ല എന്നുള്ള ഒരു ധ്വനി എന്തിനാണ് ഉണ്ടാക്കുന്നത്? പ്രതികൾക്ക് വന്ന് ഇവിടെ സംരക്ഷിച്ച് ഇവിടെ സ്വതന്ത്രമായി ഇരിക്കാനുള്ളൊരു ദുസൂചനയല്ലേ അതിലുള്ളത്? ഇങ്ങനെ വന്നാൽ കോടതിക്കകത്തിരുന്നാൽ ഞങ്ങളെ പിടിക്കില്ല. തെറ്റ് ചെയ്യുന്നവർ, ആവർത്തിക്കപ്പെട്ട് തെറ്റ് ചെയ്യുന്നവർക്ക് ഒരു ദുസൂചന കൊടുക്കുകയല്ലേ? അവർക്ക് ഇവിടെ വന്ന് ഞങ്ങൾക്ക് എല്ലാ പ്രതികളെയും അറിയാമോ? രണ്ട് പതിറ്റാണ്ടിലേറെ മാധ്യമ പ്രവർത്തനം നടത്തുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ തിരുവനന്തപുരത്ത് നമ്മൾ എത്രയോ വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഞാൻ ചോദിക്കുന്നത്, പോലീസ് എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പോലീസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങൾ ഒരുപാടായി നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചോളം പോലീസുകാരുടെ അടുത്ത് പറയുമ്പോൾ എന്താണ്, ഞങ്ങൾക്ക് പേടിയാണ് വഞ്ചൂർ കോടതിയിലേക്ക് കയറാൻ. അവിടെ ഇനി ക്രിമിനൽ, ഏത് കൊടും ക്രിമിനൽ പോയിരുന്നാലും അവരെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു സ്വയം പ്രഖ്യാപിത ഒരു സംവിധാനം പോലെയാണ്, ഒരു ടെറിട്ടറി പോലെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയമാണ് എന്ന് പോലീസുകാർ, എത്രയോ പോലീസുകാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് അതിൻ്റെ വാസ്തവം കൊണ്ട് ചോദിക്കുകയാണ്. ഈ സംഭവം കൂടി അത് ഒറ്റപ്പെട്ടതെന്ന് പറയുമ്പോഴും അതിൽ ചില സൂചനകൾ ഉണ്ടോ എന്നാണ് എനിക്ക് മനസ്സിലായി. ചോദ്യത്തിൻ്റെ പൊരുൾ മനസ്സിലായി. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയുന്ന ആ മാന്യനായ പോലീസ് ഉദ്യോഗസ്ഥനോട് തിരിച്ചു പറയേണ്ടത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ യൂണിഫോം ഇട്ടിരിക്കാൻ അർഹനല്ല. നിങ്ങൾ നേരെ നടന്ന് നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ്റെ അടുത്ത് പോവുക, നിങ്ങൾക്ക് ആവശ്യമായ രാജിക്കത്ത് കൊടുത്ത് പിടിപ്പോവുക. 2, അങ്ങനെ പറയുന്നതിൽ പോലീസിന് ദുരുദ്ദേശമുണ്ട്. കാര്യം എന്താ? അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ നിന്നും പിന്നോക്കം പോകുന്നതിന് ഒരു കാരണമായിട്ട് അതിനെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഉയർന്ന കോടതികളുടെ വിധിന്യായം തന്നെയുണ്ട്. കോടതിയിൽ ഹാജരായി നിൽക്കുന്ന പ്രതിയെ പോലീസിനെ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അഭിഭാഷകനോടൊപ്പം സറണ്ടർ ചെയ്യാനെത്തുന്ന പ്രതിയെ, അഭിഭാഷകൻ്റെ അടുത്തെത്തി സംരക്ഷണം തേടിക്കഴിഞ്ഞാൽ അഭിഭാഷകനോടൊപ്പം കോടതിയിൽ വരുന്ന പ്രതിയെ പാടില്ല. അത് നിയമവാഴ്ചയുടെ ഭാഗമായി നിയമ സംവിധാനം തന്നെ അതിന് ബലം നൽകിയിട്ടുള്ളതാണ്. അത്തരം സന്ദർഭങ്ങളാണ് ഒറ്റപ്പെട്ടത് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. മറ്റേത് അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നതിന് പറയുന്ന ഒരു ഉപാധിയോ അല്ലെങ്കിൽ അതിനൊരു എക്സ്ക്യൂസോ മാത്രമായിട്ട് അതിനെ കണ്ടാൽ മതി. ഇപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ അവസാനിപ്പിക്കുക. ഇത് പ്രേക്ഷകരൊക്കെ ഒട്ടേറെ കാണുന്നൊരു വിഷയം കൂടെയാണ്. ഇന്ന് പോലീസ് അഭിഭാഷകൻ്റെ ഓഫീസിൽ പോയി തുറന്നു, കൃത്യസ്ഥലം അകസറെഴുതി എല്ലാ കാര്യങ്ങളും ചെയ്തല്ലോ. ആരെങ്കിലും തടുത്തോ? ആരും തടുത്തില്ല. അപ്പോൾ നിയമവാഴ്ച ഇൻ ഫോഴ്സാണ്. അത് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. ഏതാണ്ട് 24 മണിക്കൂർ കഴിഞ്ഞു. നടപടിക്രമങ്ങളും വൈകിട്ട് ബാർ അസോസിയേഷന്റെ ബാർ കൗൺസിലിന്റെ യോഗം ചേരാൻ പോകുന്നു. അപ്പോൾ അതിന്റെ പ്രതികരണം കൂടി ഞാൻ അങ്ങേരുന്ന് എനിക്ക് തേടേണ്ടതുണ്ട്. തീർച്ചയായും അങ്ങേ വിശ്വസിക്കുന്നു. തീർച്ചയായും അങ്ങൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുകയാണ്. അങ്ങയുടെ വാക്കുകളെ ഞാൻ ഒരു ഇടവേള എടുത്ത ശേഷം രഞ്ജിത്തിലേക്കും താങ്കളിലേക്കും ചെറിയൊരു ഇടവേള ചർച്ചയിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ബിന്ദുകൃഷ്ണ, തിരുവനന്തപുരത്തെ ഈ അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റ സംഭവം താങ്കൾ കണ്ടിട്ടുണ്ടാകും. ആ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പ്രതി ഇപ്പോൾ ഒളിവിലാണ്. എത്രത്തോളം നീതി അർഹിക്കുന്ന ഒരു വിഷയമായി ഇത് മാറുന്നുണ്ട്, നടപടി ആവശ്യപ്പെടുന്നുണ്ട്? തീർച്ചയായും സാക്ഷര കേരളത്തിൽ, പ്രബുദ്ധ കേരളത്തിന് ചിന്തിക്കാൻ പോലും ആകാത്ത ദൃശ്യങ്ങളാണ് ഇന്നലെ നമ്മൾ തിരുവനന്തപുരം ബാർ അസോസിയേഷനിൽ കണ്ടത്. ഇത്രത്തോളം ഒരു അഭിഭാഷകൻ മറ്റൊരു അഭിഭാഷകയെ ക്രൂരമായി പ്രാകൃതമായി മർദ്ദിക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത് മുൻപും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ അഭിഭാഷക വൃത്തി ഏറ്റവും ഉന്നതമായ ഒരു പ്രൊഫഷണൽ സ്ഥലത്ത് പോലും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുകയും അത് സഹിക്കേണ്ടി വരികയും ചെയ്യുന്നു എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹം എന്നതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന സാഹചര്യമാണ്. ഇത്രയും നേരമായിട്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പോലീസിന്റെ വീഴ്ചയാണ്. അയാളെ ആര് സംരക്ഷിച്ചാലും നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്ന ക്രൂരത, പെൺകുട്ടിയുടെ കവിളിലെ ഓരോ അടയാളങ്ങളും നമ്മുടെ കേരളത്തിന്റെ മുഖത്തേറ്റ അടിയാണ്. ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ ഇടങ്ങളിലും സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനുള്ള നിയമം നിലനിൽക്കുന്ന രാജ്യത്ത് ഒരു അഭിഭാഷക ഓഫീസിൽ തന്നെ ഇത് സംഭവിച്ചു എന്നുള്ളതും ആദ്യം തല്ലിത്തറയിട്ടിട്ട് വീണ്ടും എഴുന്നേറ്റപ്പോ അതിനേക്കാൾ ക്രൂരമായി ഉപദ്രവിച്ചു എന്നുള്ളതും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ശ്രീമതി ബിന്ദുകൃഷ്ണ, ഈ വ്യക്തി ഇപ്പോൾ ഈ കൺമുന്നിൽ തന്നെ ഉണ്ട്. ഈ വ്യക്തി കൺമുന്നിൽ ഇരുന്നുണ്ട്. കോളുകളൊക്കെ പലരെയും നാട്ടിലൊക്കെ ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്ന. കാരണം പോലീസിന് വേണമെങ്കിൽ തേടി പിടിച്ച് പൊക്കി എടുക്കാവുന്ന സന്ദർഭമേ ഉള്ളൂ. ഇത്ര സമയം വൈകി വഞ്ചൂർ പോലീസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ മുട്ടിടിക്കുന്നത്? ഇത്രയും മൃഗീയതയുള്ള ആളുകളെ സംരക്ഷിക്കുന്ന പോലീസിനെ പോലീസെന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഇവരെയൊക്കെ കഴിവില്ലാഞ്ഞിട്ടില്ല, കേരള പോലീസിന് കഴിവില്ലാഞ്ഞിട്ടല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
അവരെ സമ്മർദ്ദപ്പെടുത്തുന്നത് രാഷ്ട്രീയ സമ്മർദ്ദമാണോ മറ്റെന്ത് സമ്മർദ്ദമായാലും അന്തസ്സുള്ള അഭിമാനമുള്ള ഉത്തരവാദിത്വ ബോധമുള്ള ഓഫീസർമാരുണ്ടെങ്കിൽ മറ്റാരുടെയും ആജ്ഞയ്ക്ക് കാത്തു നിൽക്കാതെ ഈ ക്രൂരകൃത്യം ചെയ്ത ആളെ എത്രയും പെട്ടെന്ന് അത് അഭിഭാഷകനായിക്കോട്ടെ ജഡ്ജി ആയിക്കോട്ടെ ആരായാലും പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ആരോ ആയിക്കോട്ടെ ക്രൂരകൃത്യം ചെയ്യുന്നവരെ ആ പെൺകുട്ടിയുടെ വാക്കുകൾ നമുക്ക് ഒഫൻഡറുടെ ഒരു ഒഫൻഡറാണ് ഈ മനുഷ്യനെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ആ കുട്ടിയുടെ അനുഭവങ്ങൾ പറയുന്നത്. ഇനി കൂടുതൽ അന്വേഷണം നടത്തിയ ബാക്കിയുള്ളവർക്ക് ഇത്തരം അനുഭവങ്ങളുണ്ട് എന്ന് അറിയാൻ കഴിയുമായിരിക്കും. എന്തായാലും മാനസികമായോ അല്ലാതെയോ അയാളുടെ പ്രശ്നം മറ്റൊരാളുടെ പ്രശ്നമായി വരാൻ പാടില്ല. അത്തരം ആളുകളെ അതിന് അനുസൃതമായ നിയമത്തിലൂടെ കൈകാര്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വഞ്ചിയൂർ പോലീസിന് ആരാണ് പിടിച്ചു കിട്ടുന്നത് വെച്ചാൽ കൈ നയിച്ചു വിട്ട് അവർ പോലീസ് പോയി പ്രതിയെ പിടിക്കട്ടെ. ഈ തീർച്ചയായും അതാണ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയുടെ പ്രതികരണം വരുന്നത്. വഞ്ചിയൂർ പോലീസ് ഒരു അപമാനമാണ് അങ്ങനെയെങ്കിൽ എന്നുള്ളതാണ്. കാരണം മുട്ടിടിക്കുന്ന പോലീസാണ്, മുട്ടുവിറയ്ക്കുന്ന പോലീസാണ്. ആ പദവിയിൽ പോലും ഇരിക്കാൻ യോഗ്യതയില്ല. കാരണം ഇത്രയും സമയം കഴിഞ്ഞിരിക്കുന്നു. ആ പ്രതി ഈ ടെറിട്ടറിയൊന്നും വിട്ട് പോയിട്ടില്ല എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. അപ്പോൾ പോലീസിന് നമ്മളെക്കാൾ നേരത്തെ തന്നെ കാര്യങ്ങൾ അറിയാം. എന്തിനാണ് ഈ പോലീസിനെ ഭയപ്പെടുന്നതെന്ന് മനസ്സിലാകുന്നതേയില്ല. ശ്രീ രഞ്ജിത്ത്, ഇപ്പോൾ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷനടക്കം പറയുന്നത് പോലെ തന്നെ പോലീസ് ഈ പ്രതിയെ സംരക്ഷിക്കുന്നു എന്ന തോന്നൽ താങ്കൾക്കുണ്ടോ? അല്ല, ഇതിനകത്ത് ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ഒരാൾക്കെതിരെ എടുത്താൽ തീർച്ചയായിട്ടും അറസ്റ്റ് അടക്കമുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് യാതൊരു വിധമായിട്ടുള്ള എതിരഭിപ്രായവും ഇല്ല. എന്നെ പോലെയുള്ള മുഴുവൻ അഭിഭാഷക സമൂഹത്തിലെയും ആൾക്കാർക്കും ഒരു എതിരഭിപ്രായവും ഇല്ല. പിന്നെ താങ്കൾ ചോദിച്ച ഈ ബാർ അസോസിയേഷൻ സംരക്ഷണം ഒരുക്കിയില്ലേ എന്നുള്ള കാര്യത്തിനാണ് ഞാൻ നേരത്തെ ഇവിടെ നിലപാട് പറഞ്ഞത്. ബാർ അസോസിയേഷൻ യാതൊരു വിധമായിട്ടുള്ള സംരക്ഷണവും ഒരുക്കിയില്ല. ഒരു ഇഷ്യൂ ഉണ്ടായാൽ അത് ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള നിലപാട് മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ. ഇവിടെ ഈ ഒരു കേരളത്തിലെ മുഴുവൻ വഞ്ചിയൂർ പോലീസ് ഈ പ്രതിയെ സംരക്ഷിക്കുന്നു എന്ന BJPയുടെ അഭിപ്രായം തന്നെയാണ് താങ്കൾക്കുമുള്ളത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് ഒരു വളരെ വലിയ രീതിയിൽ അഭിഭാഷക ഓഫീസുകളിലൊക്കെ തന്നെ വളരെ വലിയ പീഡനങ്ങളാണ് നടക്കുന്നത്. ഇവിടെ ജൂനിയർമാരെയൊക്കെ തന്നെ വളരെ വലിയ പീഡനങ്ങൾ നടക്കുന്നു. അവർക്ക് വളരെ വലിയ രീതിയിലുള്ള തൊഴിലിന്റെ യാതൊരു സംരക്ഷണവും കൊടുക്കുന്നില്ല എന്നൊക്കെ മാധ്യമങ്ങൾ വളരെ വലിയ രീതിയിൽ പഠിച്ചു വിടുന്നുണ്ട്. ഇന്നത്തെ പല പത്രങ്ങളുടെയും വളരെ വലിയ വാർത്തകളായിട്ട് വരുന്നുണ്ട്. ഏറ്റവും വലിയ പീഡനങ്ങൾ നടക്കുന്നത് മാധ്യമ രംഗത്താണ്. 2, 3, 4, 5 മാസത്തെ ശമ്പളം കൊടുക്കാത്ത എത്രയോ മാധ്യമ സ്ഥാപനങ്ങളുണ്ട്. 2, 3 മാസത്തെ ശമ്പള പെൻഡിങ്ങോടുകൂടി ഞാനും ആ ചർച്ചയ്ക്ക് തയ്യാറാണ്. നമുക്ക് ആ ഒരു ഫോറം വരുമ്പോൾ എവിടെയൊക്കെയാണ് മാധ്യമങ്ങളിൽ അരക്ഷിതാവസ്ഥയുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ആ ചർച്ച നമുക്ക് ചെയ്യാം. ഞാൻ ചോദിച്ച എന്റെ പോയിന്റിലേക്ക് താങ്കൾ ഇപ്പോഴും വന്നില്ല. ഞാൻ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ്. കാരണം അങ്ങനെയുള്ള ചർച്ചയാണെങ്കിൽ അതിന്റെ കോണ്ടസ്റ്റ് അനുസരിച്ച് അങ്ങനെ ഒരു വേദി വരികയാണെങ്കിൽ തീർച്ചയായും രഞ്ജിത്ത് എന്നെയും വേണമെങ്കിൽ വിളിച്ചു. ആ ചർച്ചയ്ക്ക് ഞാനും ഈ സംഘടനയുടെ KWG എന്ന സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിൽ ഞാനും അവിടെ വരാൻ തയ്യാറാണ്. ഞാൻ ചോദിച്ച എൻ്റെ ചോദ്യത്തിലേക്ക് അങ്ങ് ഇപ്പോഴും വന്നിട്ടില്ല. ഈ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ പോലീസ്, വഞ്ചിയൂർ പോലീസ്, ഈ സർക്കാർ ഈ പ്രതിയെ സംരക്ഷിക്കുകയാണോ ഈ നിമിഷം വരെയായിട്ട്? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു നോൺ ബെയിലബിൾ, ഒരു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഒരാൾക്കെതിരെ കേസ് ബുക്ക് ചെയ്താൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അറസ്റ്റടക്കമുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കണം. അത് തന്നെയാണ് നാട്ടിലെ എല്ലാ പൗരന്റെയും നിലപാട്. ആ നിലപാട് തന്നെയാണ് എന്റെയും. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നേരത്തെ പറഞ്ഞ നിലപാടും ഒക്കെ തന്നെ അത് തന്നെയാണ് നിലപാട്. അതിനകത്ത് വേറെന്താ ആ നിലപാടിനുള്ള സംശയം? തീർച്ചയായിട്ടും താങ്കൾ ചോദിച്ചത് ഇന്നലത്തെ ഒരു കോണ്ടക്സിനെ കുറിച്ചായിരുന്നു. ആ കോണ്ടക്സിലുള്ള കാര്യമായിരുന്നു പറഞ്ഞത്. തീർച്ചയായിട്ടും അവിടെ ഒരു ഇഷ്യൂ നടന്നതിന് ശേഷം അവിടെ ഡോക്ടറിന്റെ അടുത്ത് പോട്ടെ, അവിടെ ഡോക്ടർ മൊഴി രേഖപ്പെടുത്തട്ടെ, വൂണ്ട് സർട്ടിഫിക്കറ്റ് എഴുതട്ടെ, ഇന്റിമേഷൻ വരട്ടെ എന്നുള്ളത് ചിലപ്പോൾ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലായിരിക്കാം. തീർച്ചയായിട്ടും അത് സെക്രട്ടറിയിൽ നിന്ന് തന്നെയാണ് ചോദിക്കേണ്ടത്. അവിടെ പ്രസിഡന്റോ സെക്രട്ടറിയോ തന്നെയാണ് എന്തിനാണ് അവിശ്വസിക്കുന്നത്? ഒരു കാര്യമേ ഉള്ളൂ, ഈ സംഭവിച്ചത് പോയി എല്ലാം സംഭവിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും ഇര പറഞ്ഞതുപോലെ ഇരയുടെ ഗ്രീവൻസ് ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹാരം എന്ന നിലയിലാണ് അവരുടെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം വരുമ്പോൾ ചില പ്രതീക്ഷകൾ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം ഇനി ബാർ കൗൺസിലിൻ്റെ യോഗം വരുന്നു, ബാർ അസോസിയേഷനോട് ഇതിൻ്റെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ശുഭകരമായി അവസാനിക്കും, നീതി ഉണ്ടാകും, ഈ പ്രതിയെ ഉടനടി പിടികൂടാൻ കഴിയും, അതിനു വേണ്ടുന്ന
നിങ്ങളാൽ കഴിയുന്ന, സംഘടനയാൽ കഴിയുന്ന സമീപനങ്ങളൊക്കെ ഉണ്ടാകും എന്നതാണോ ഇരയോട് പറയാനുള്ളത്? ശ്രീ പള്ളിച്ചൽ പറഞ്ഞല്ലോ, സംഭവിച്ചതെല്ലാം സംഭവിച്ചു, അതുകൊണ്ട് ക്ഷമിച്ചേക്കൂ എന്നുള്ളതല്ല ഞങ്ങളുടെ നിലപാട്. സംഭവിച്ചതെല്ലാം സംഭവിച്ചു, അതുകൊണ്ട് ക്ഷമിച്ചേക്കൂ എന്നുള്ളതല്ല ഞങ്ങളുടെ നിലപാട്. തീർച്ചയായും ഈ സംഭവിച്ചതിന് ആധാരമായിട്ടുള്ള കാരണക്കാരായിട്ടുള്ളവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അവർക്ക് ആവശ്യമായ മുഴുവൻ ശിക്ഷയും ആ നടപടി ഉണ്ടാവും. 2, അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ആ അഭിഭാഷക വൃത്തിക്ക് ചേർന്ന പ്രവൃത്തിയല്ല ഇത്. ആ അഭിഭാഷക വൃത്തിക്ക് ചേർന്ന പ്രവൃത്തി അല്ലാത്തത് കൊണ്ട് കേരളത്തിലെ മറ്റ് അഭിഭാഷകർക്കും കൂടി ഈ ഉണ്ടായിട്ടുള്ള ഈ അപമാനം നമുക്ക് മാറ്റേണ്ടതുണ്ട്. അതിന് ഞങ്ങളുടെ ബാർ കൗൺസിൽ, അദ്ദേഹം മെമ്പറായിട്ടുള്ള അസോസിയേഷൻ ആദ്യം എടുക്കാൻ കഴിയുന്ന നടപടി എടുത്തിട്ടുണ്ട്. അത് ഇന്നലെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിൻ്റെ തുടർ പ്രക്രിയയിലിട്ട് മുന്നോട്ട് പോകും. ബാർ അസോസിയേഷൻ്റെ അർജുനൽ ജനറൽ ബോഡി മീറ്റിംഗ്, അടിയന്തര ജനറൽ ബോഡി യോഗം നാളെ തന്നെ ചേരും. ഇനി ബാർ കൗൺസിൽ, അതാണ് ഞങ്ങളുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഈ വിഷയത്തിൽ എൻറോൾ ചെയ്ത അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അയാൾക്ക് നേരെയുള്ള നടപടികൾ പരമാധികാരമായി സ്വീകരിക്കാൻ കഴിയുന്നത് ബാർ കൗൺസിലാണ്. ആ യോഗം ഇന്നിപ്പോൾ വൈകുന്നേരം ഓൺലൈനിൽ ചേരും. ഞങ്ങളുടെ റിപ്പോർട്ട് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ട്രിവാൻഡ്രം ബാർ അസോസിയേഷൻ്റെ റിപ്പോർട്ട് പോയിട്ടുണ്ട്. ഇന്നലത്തെ ഞങ്ങളുടെ സസ്പെൻഷൻ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ പേപ്പേഴ്സ് ഞങ്ങൾ മെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇന്ന് വൈകുന്നേരം തീരുമാനമെടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ യോഗം കൂടി കഴിയുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഉറപ്പും വ്യക്തതയും വരും. പിന്നെ ശ്യാമിലിയെ സംബന്ധിച്ച് ട്രിവാൻഡ്രത്തെ മുഴുവൻ അഭിഭാഷകരും ആ കുട്ടിയോടൊപ്പമാണ്. ഇതാരും തന്നെ ഈ സംഭവം ഒരു രൂപത്തിലും അപ്പുറത്ത് പ്രതിയായി നിൽക്കുന്ന ആളോടൊപ്പം അല്ല. അതുകൂടി വ്യക്തമാക്കണം. അത് ആർക്കും അങ്ങനെ കഴിയില്ല. മനുഷ്യത്വം പറ്റാത്ത ഒരാൾക്കും അത് കഴിയില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഞങ്ങൾ മാധ്യമ സപ്പോർട്ട് തേടുകയാണ്. മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് തരണം. അല്ലാണ്ട് ഏതെങ്കിലും ഒറ്റപ്പെട്ട പറഞ്ഞു കേട്ടുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ, ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ഹൈലൈറ്റ് ചെയ്ത് ഈ വിഷയത്തെ അടിയിൽ കൊണ്ട് പോകരുത്. ഇത് ഇതിന്റെ ശരിയായ രൂപത്തിൽ മുമ്പോട്ട് പോകാനുള്ള ശ്രീ പള്ളിച്ചൽ പ്രമോദ്, തുടക്കം മുതൽ താങ്കൾ പക്വതയോടുകൂടി തന്നെയാണ് പ്രതികരണങ്ങൾ നടത്തുകയും കഴിഞ്ഞ ദിവസം അതുപോലെയുള്ള അങ്ങയുടെ ഈ പ്രതികരണത്തിലും തീർച്ചയായും അത് പ്രതീക്ഷ അർപ്പിക്കപ്പെടുന്നതാണ്. എന്തായാലും വൈകിട്ടത്തെ മറ്റ് തുടർ നടപടികൾ അതിലും ഇരയ്ക്കൊപ്പം നിന്നുകൊണ്ടുള്ള ആ പ്രതീക്ഷ തന്നെയാണ് ഏവരും കാണുന്നത്. വളരെയധികം നന്ദി. ഒപ്പം പ്രതികരിച്ച രഞ്ജിത്ത് അഭിഭാഷകനാണ്. ഒപ്പം അഡ്വക്കേറ്റ് അനിതാജി, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സിൻ്റെ പ്രതിനിധിയും പ്രതികരിക്കുകയുണ്ടായി.